ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു പാചക വീഡിയോ ആണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ദക്ഷിണ എന്ന് പറഞ്ഞ ചാനലിൽ മുത്തശ്ശിയുടെ ഒരു രസം ഉണ്ടാക്കുന്നൊരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ അതെനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നി. അപ്പം ഞാനിവിടെ അതൊന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ. അപ്പം തയ്യാറാക്കാനായിട്ട് കാട്ടുതക്കാളിയായിരുന്നു അതിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് ഞങ്ങളുടെ പറമ്പിലുണ്ടായിട്ടുണ്ട്. ഒരു തൈയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും പഴുത്ത് വന്നില്ല. പക്ഷേ എൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ട് ഞാൻ അത്യാവശ്യം പഴുക്കാൻ തുടങ്ങിയതൊക്കെ ആയിട്ട് പറിച്ച് ഒരു 10-20 എണ്ണം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കൊണ്ടുവന്ന് കഴുകി അതിൻ്റെ ആ ഒരു ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പഴുക്കാനൊന്നും നിന്നില്ല. നന്നായിട്ട് പഴുത്തതാണ് എടുക്കേണ്ടത്. അതിനകത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നല്ല പഴുത്ത പഴം വേണമെന്ന്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 20 എണ്ണം ഉണ്ട്. 20 എണ്ണം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് പച്ചക്കുരുമുളകാണ് അരയ്ക്കുന്നത്. ഞാനും അതുകൊണ്ട് തന്നെ പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തു, ചുമന്നുള്ളി എടുത്തു, പിന്നെ മുളക് ഒന്ന് കീറിയത്, പിന്നെ കറിവേപ്പില. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മുളക് കീറി എടുത്തതേ ഉള്ളൂ. കറിവേപ്പില പിന്നെ വലിയ വലിപ്പമായതുകൊണ്ട് ഞാനതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തു. കുരുമുളക് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ ചെറുതായിട്ട് ഇവിടെ ചതച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് മുത്തശ്ശി അതിനകത്ത് ആദ്യം ഇടുന്നത് ഉലുവയാണ്. പക്ഷേ എനിക്ക് ആ ഉലുവ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവ ഇടുന്നില്ല. നേരെ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ചുമന്ന മുളക് ചേർത്ത് കൊടുക്കണം. ചുമന്ന മുളക് ചെറുതായിട്ട് നുറുക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് ചേർത്ത് കഴിയുമ്പോൾ കരിയാതെ തീ കുറച്ച് വയ്ക്കണം. ഞാൻ തീ കുറച്ച് വയ്ക്കാനായിട്ട് മറന്നുപോയി. ചെറിയൊരു കളർ വ്യത്യാസം മുളകിന് വന്നിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചുമന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചുമന്നുള്ളി നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നീട് ഇടേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ട് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇടാൻ. അതെല്ലാം കടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മൂക്കട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ രസമല്ലേ, അതുകൊണ്ട് കായവും പിന്നെ ഉലുവപ്പൊടി ഇത് മൂന്നുമാണ് നമ്മൾ മസാലയായിട്ട് അല്ലെങ്കിൽ പൊടിവർഗ്ഗമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് മുളക് കീറിയത് ഇട്ട് കൊടുത്തില്ല. മുളക് ഇനി നമുക്ക് രണ്ടെണ്ണം മതിയാവും. അധികം എരി വേണ്ടല്ലോ. കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഏകദേശം ഒന്ന് വഴറ്റി ഇനി നമുക്ക് ഈ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അത് പൊട്ടി വരും. അതുകൊണ്ട് നമുക്ക് മുറിച്ചിടേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് അത് പൊട്ടും. അപ്പം പൊട്ടിയത് അതിൻ്റെ ആ ഒരു ഇതെല്ലാം പുറത്ത് വരും. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം നല്ല പഴുത്ത തക്കാളിയൊക്കെ അത് പൊട്ടി അതിൻ്റെ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടിന് ഒരു കൊഴുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം അതുപോലെ നന്നായിട്ട് വഴന്ന് പൊട്ടട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്കായിട്ട് നമുക്ക് ഇതിനകത്ത് പൊടികൾ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ. കായത്തിൻ്റെ മണമാണ് ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. കായപ്പൊടിയും ചേർത്ത് ഉലുവയും ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം.
തക്കാളി എല്ലാം തന്നെ നന്നായിട്ട് വഴന്ന് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാവേ. കുരുമുളക് കുറച്ചുകൂടെ ചതയ്ക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് അതൊന്നും കടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചതയ്ക്കണം. ഞാനത് നന്നായിട്ട് ചതച്ചില്ല. അപ്പം അതും ചതച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആവട്ടെ. ആ കുരുമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അത് 1 ഗ്ലാസ്സായിട്ട് ഒന്ന് വറ്റി കുറുകി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ എത്രയും കുറുകണോ അത്രയും കുറുകി നമ്മുടെ ആവശ്യത്തിന് കുറുക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഏകദേശം ഒരു 4 മിനിറ്റ് എടുത്ത് തിളച്ച് നന്നായിട്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് പാചക പരീക്ഷണം. നല്ല ടേസ്റ്റാണ്, നല്ല ഉപ്പൊക്കെയാണ്. നമ്മൾ രസം കൂട്ടുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ പുളി ചേർക്കാത്ത ഒരു രസം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും താങ്ക് യു.